ചായ എടുത്താ കുടിച്ചാ ചായ? ഞാൻ ചായ കുടിക്കാം. സ്കൂളിൽ ടൂർ പോകുന്നുണ്ട്. എത്ര ദിവസമാണ് ഇപ്പോ ടൂറ്? വൺ ഡേ ട്രിപ്പാണ്. അപ്പൊ എന്തായാലും പോവാ. എന്നാണ്? 6 ദിവസം കഴിയാം. 6 ദിവസം കഴിഞ്ഞിട്ടാ? അപ്പൊ എത്ര പൈസ പോകണ്ടേന്? 1226. എന്തേലും ചെലവ് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരില്ലേ അവിടെ പോയാൽ? ഷോപ്പിങ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു കൊറേ ദിവസത്തെ ടൂർ ഉണ്ടാവും. ഉപ്പച്ചി എങ്ങനെ ഇപ്പൊ കുട്ടീനെ കാണാണ്ടിരിക്കുക? ഏതായിഷു? ഇപ്പഴാ എനിക്ക് ബോധം വന്ന് ഇതെന്റെ മോളാന്നുള്ളത്. എന്താ ഇപ്പൊ പോന്ന് കെട്ടിക്കുത്തിയിട്ട്? എന്തേ പോകുന്നത് എനിക്കറിയില്ലേ? എനിക്കെങ്ങനെ അറിയാം ഞങ്ങള് വന്നത്? പിന്നെ എനിക്കറിയാതെ എവിടെയൊക്കെ പോയിണ്ടാവും? പിന്നെ എനിക്ക് മേടിച്ച് കൂട്ടി വെക്കുമ്പോ അറിയില്ലേ നിങ്ങള് ഭയങ്കര ടാറ്റ കമ്പനി അല്ലേ? എങ്ങനെ ചൊരിയ? എന്തായിരുന്നു നിങ്ങള് ചൊരിഞ്ഞ ഇവിടെ? എന്തേ എനിക്കൊന്നും ചൊരിഞ്ഞിട്ടില്ലേ? എനിക്കായിട്ടൊന്നും നിങ്ങൾ ചൊരിയേണ്ട ആവശ്യമില്ല. നിങ്ങള് ചൊരിഞ്ഞൊക്കെ ഇവിടെ ഉണ്ട് കുട്ടിക്കുള്ള. അല്ല അതെങ്ങനെ അങ്ങോട്ട് വരുന്നത്? അത് എന്റെ മോക്കുള്ള എന്റെ മോക്ക് കൊടുക്കാത്. അങ്ങനെ സുഖത്തിൽ ജീവിച്ചാ ഞങ്ങളെ. ഈ വരവ് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട് ഈ കണക്കായിട്ട് വന്നിട്ടുള്ളതാണെന്നുള്ളത്. 4 സെന്റോ 5 സെന്റോ സ്ഥലല്ലേ? അത് എനിക്ക് വില ഉണ്ടാവില്ല, ഞങ്ങൾക്ക് വലുതാണ് കൊടുക്കും. ഞങ്ങൾക്ക് 50 സെന്റിന്റെ മേനിയാണത്. അതെല്ലേ? മനസ്സിലായ? ഇവള് ഒരുത്തന്റെ ഒപ്പം ഈ കുട്ടീനെ ഉപേക്ഷിച്ചിട്ടാണ് ചാടി പോയപ്പോഴേ നോട്ടറി വക്കീലിനെ വെച്ചിട്ട് എഴുതിച്ചിട്ടുണ്ട് അന്ന് കരാറ്. ഒരു സ്വത്തിനും ഒരു സ്വർണത്തിനും ഇനി അവകാശം പറഞ്ഞു വരില്ല, എന്റെ കുട്ടീനെയും ചോദിച്ചു വരില്ല എന്നുള്ളത്. അതൊക്കെ ഈ കുട്ടിക്കുള്ളതാണ്. എനിക്കൊന്നും നിങ്ങളെ സ്വത്തൊന്നും വേണ്ട. നോട്ടറി വക്കീലിനെ വെച്ച് എഴുതിച്ചു പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യമില്ലാത്ത? ഒരു കാര്യമില്ല, ഒരു വിലയില്ല അതിനൊന്നും. അത് ഇന്റെ കുട്ടീനെ കൊടുത്താളാ. ഇന്റെ കുട്ടി അങ്ങനെ ചാടി പോയിക്കണെങ്കിലേ അതിന് ഒറ്റ കാരണക്കാരജാണ്. അന്റെ ഗുണം കൊണ്ടേ കയറി ചാടി പോയിക്കണം. മനസ്സിലായ? ആയിക്കോട്ടെ, ആ പോക്കോള് പോയിക്കണല്ലേ. ഓള് ഇങ്ങോട്ട് വന്നോന്നല്ലേ, ഓളോളം മുതല് ചോദിച്ചാൻ വന്നതാ. ഈ കുട്ടീനെ ഇതിപ്പോഴല്ലേ 10 വയസ്സായത്. ഇതിന് ചെറിയ കുട്ടിയാവുമ്പോ ഇവിടെ ഇട്ടിട്ട് പോയതല്ലേ? ഒരു ദയ ഇല്ലാണ്ട് ഞാനേ അതിനെ അത്രയും ശ്രദ്ധിച്ച് വളർത്തി വലുതാക്കിയിട്ട് ഇപ്പൊ എത്രയായി. അപ്പൊ നിങ്ങൾക്ക് ഐഷു എന്ന് പറഞ്ഞിട്ട് വരിക, അതിന്റെ സ്വത്ത് ചോദിക്കുക അല്ലേ? അജി അങ്ങനെ കാണലും പിടിക്കലൊന്നും വേണ്ട. ഈ സ്കൂളിൽ പോയിട്ടേ ഒളിഞ്ഞൊന്ന് നോക്കണതും കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്യണതും വിളിച്ചോണ്ടോണതും മിഠായി വാങ്ങി കൊടുക്കണമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ വിലക്കിയിട്ടുണ്ട്. ഇല്ലേ? നീ അങ്ങനെ ചെയ്യരുതിട്ടാ. അത് മുപ്പച്ചി പറഞ്ഞില്ലേ? നീ ഒന്ന് വിളിച്ചു നോക്ക്. അതെനിക്ക് ഇപ്പഴാ ബോധം ഉണ്ടായത്. അതെ, ഇപ്പൊ മോളേനെ അന്വേഷിച്ച് വരുന്നു, മോൾക്ക് എഴുതി കൊടുത്ത സ്വത്ത് ചോദിച്ചു വരുന്നു. അത് തരാൻ പറ്റില്ല, അത് കുട്ടിക്കുള്ളതാണ്. ഇങ്ങോട്ട് എന്റെ കുട്ടി നടക്കണ വഴിയിൽ തന്നെ കണ്ടുപോരുത്. എന്റെ കുട്ടിന്റെ വന്നപ്പോ കുട്ടീനായിട്ടാ വന്നിട്ടത്. എന്റെ മോളജ് കെട്ടിയതിന് ശേഷം ഉണ്ടായ കുട്ടിയല്ലത്. അപ്പൊ എന്റെ മോക്കും കൂടി അവകാശപ്പെട്ട കുട്ടി. ഓള് വരുമ്പോ കൊടുക്കുന്നല്ലോ. അതന്നെ. അപ്പൊ എന്റേത് ഓളതും കൂടിയാണ്. ഈ വക തൊള്ളയെ തോന്നിയ ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ട് വർത്താനം പറയാൻ പറ്റില്ല. എന്റെ ഒരു വീട് ഒരു വീട്ടുകാരൻ വന്നിട്ടുണ്ട്. ഞാൻ വീട്ടുകാരൻ തന്നെ. പിന്നെ ഞാൻ അസൽ ഉത്തരവാദിത്തത്തിൽ എന്റെ കുട്ടീനെ നോക്കിയിട്ടുണ്ട്. ഇജ്ജ് തന്തല്ലേ? അപ്പൊ എനിക്ക് ഉത്തരവാദിത്തം ആണെങ്കിൽ നോക്കി അത്ര പറയാനോ തള്ള പോയെങ്കിൽ എന്റെ സ്വൈര്യക്കടോട് പോയതാണ്. പിന്നെ നിങ്ങളുടെ പഠിപ്പല്ലേ? നിങ്ങളല്ലേ വെള്ള തള്ള? നിങ്ങളെ പഠിപ്പല്ലേ? ആ പഠിപ്പന്നെ നിങ്ങളെ മോള് കാണിക്കുള്ളൂ. മനസ്സിലായ? എന്നിട്ടിപ്പോ കെട്ടിയൊരുങ്ങി വന്നതാണ് നിങ്ങൾ അല്ലേ? പൊന്നും പണവും സ്വത്തും മുതലും ചോദിക്കാൻ. ഇതാണ് ഈ കോരി ചൊരിഞ്ഞ് നേരത്തെ പറഞ്ഞതാണ് അല്ലേ? നിങ്ങളെ മാത്രം കുട്ടിയല്ലല്ലോ, എന്റെയും കൂടെ മോളാണല്ലോ. ഇപ്പൊ അത് കുറെ പ്രാവശ്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായിരിക്കണത്. ഈ വരുമ്പോ കൊടുന്ന കുട്ടിയൊന്നുമല്ല, ഞാൻ വളർത്തി വലുതാക്കി ഉണ്ടാക്കിയതാ. ഇത് വെറുതെ മുറ്റത്ത് കിടന്ന് വളർന്നതല്ല, ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് വളർത്തിയെന്നെ ശ്രദ്ധിച്ചു. അങ്ങനെ തന്നെ തന്താരനെ മക്കളെ വളർത്തല് തന്താര കടമയാണ്. അപ്പൊ അത്ര പറയണമെന്നില്ല. നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങളെ മാപ്പിളായിരുന്നു? എന്റെ വീട്ടിൽ എന്റെ മാപ്പിളി ഞാനൊക്കെ ഒന്നും വളർത്തി തന്നെയാണ്. എന്നിട്ട് ഇത് നേരെയാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. അത് നേരെയാക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഇന്നെ കൊണ്ടല്ലല്ലോ പറ്റുണ്ട്. നിങ്ങൾ പഠിപ്പിച്ച് വിട്ടതല്ലേ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ പഠിപ്പിച്ച് വിട്ടതല്ല. നിങ്ങളെ പഠിപ്പ് തന്നെയാണ് ഈ പെണ്ണിന് ഉണ്ടായിട്ടുള്ളത്. ഓളെ കല്യാണം കഴിച്ച എന്റെ ഒരു ദയ കൊണ്ടാണ്. അതിന്റെ മുമ്പത്തെ കഥ ഞാൻ പറയണ്ട. അതിന് മുമ്പ് തത്തയുടെ കഥ ഞാൻ പോയിനാ. ഓള് ചാടിയില്ലേ? പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ ഇരുന്ന് ക്ഷമിച്ച ഒരു കുടുംബല്ലേ? കുഴപ്പമില്ല, പോട്ടെ, ഒരു പെണ്ണിന്റെ ജീവിതമല്ലേ വെച്ചിട്ട്. എനിക്ക് തെറ്റുപറ്റി. അനക്ക് തെറ്റ് പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയത്. എന്താ തെറ്റ്? അനക്ക് ആവശ്യം ഒരു കുട്ടീനെ പെണ്ണിനല്ലേ? അത് കിട്ടി. അങ്ങനെ അവന് കൂടെ ചവിട്ടി പുറത്താക്കി. അങ്ങനെ ആയിക്കോട്ടെ. ഓഫീസിൽ ഇരിക്കണ നേരത്തെ അത് വിളിക്കും എന്റെ സ്റ്റാഫിന്. ഇക്ക അവിടുന്ന് ഇറങ്ങിയ, ഇക്ക വന്ന,
ഞാൻ ഇവിടുന്ന് ഇറങ്ങിയില്ലേന്ന് അറിഞ്ഞിട്ട് വേണം മറ്റവനെ ഇതിന്റെ ഉള്ളിൽ പറഞ്ഞയക്കാൻ അവൾക്ക്. പിന്നെ ഓളിങ്ങനെ ആളെ കയറ്റി ഉള്ളിൽ നിർത്തി. അതന്നെയായിരുന്നു അവളുടെ ഇവിടെ പണി. ഒരു ചുറ്റോർത്തൊന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാര ശരി പെജി തൊള്ളി തോന്നിയ വർത്താനം പറയണ്ട. തൊള്ളേ തോന്നിയ അവർക്ക് കാണിക്കാലോ, നിങ്ങൾക്ക് പറയാലോ. ഇന്റെ മോളെ അന്തസ്സായിട്ട് ഒരുത്തന്നെ ഇപ്പൊ ജീവിച്ചത്. അന്തസ്സായിട്ട് ഒരുത്തന്റെ ഒപ്പം ചാടി പോയി പറയുന്നതല്ലേ. എന്താ ചാടി പോകുന്നവർ തവള ഓന്? തവള ഇതിലും ഭേദമല്ല. തവളയ്ക്ക് അഭിമാനം ഉണ്ടായ ഒരു ജീവിയാണ്, മനസ്സിലായില്ലേ? അതൊന്നും പറ്റി പറഞ്ഞ ഞങ്ങൾക്ക് തരാനുള്ള തന്നാണ്. നിങ്ങൾക്ക് ഞാൻ ഒന്നും തരാനില്ല, നിങ്ങൾക്ക് ഞാൻ ഒന്നും തരാനില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ട് അതിന് രേഖ ഉണ്ട്. നിങ്ങളാണ്ട് പറയുമ്പോ എടുത്തു തരാ. ഞാനെന്താ വക്കീലന്മാരെ കൂടെ ഞങ്ങളെ മുതല് എഴുതിച്ച് വാങ്ങിക്കാൻ. ഇഞ്ഞും ചാടും, ഓർപ്പിച്ചോളേ. ഇത് ഇഞ്ഞും പോയി മുതല്. ഇതിനെനിക്കറിയാലോ. ഒന്ന് ചാടിയാല് പിന്നെയും ചാടും. ഇങ്ങണ്ട് ആ ചാട്ടായിട്ട് വരണ്ട. ഇവിടെ ഞാനൊരു പെൺകുട്ടീനെയാണ് വളർത്തുന്നത്. അതിനെ നോക്കി വളർത്താൻ എനിക്കറിയാം. എന്തായാലും എന്റെ സ്വഭാവം എന്റെ കുട്ടിക്ക് ഉണ്ടാവില്ല. ഉണ്ടാവരുത് വെച്ചിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഞാൻ വിദ്യാഭ്യാസം കൊടുത്തോളാം. നിങ്ങൾ ഇതൊന്നും കൊടുക്കാതെയല്ലേ ഇതിനവിടെ വളർത്തിയിരുന്നത്? വിദ്യാഭ്യാസമൊക്കെ മതി. എനക്കുള്ള വിദ്യാഭ്യാസത്തിന്റെ കോലം കെട്ടാണല്ലോ തള്ളേ. ഈ പ്രായത്തിനൊത്തൊരു വേഷം ധരിച്ച് നടക്കി നിങ്ങള്. ഈ ചുരിദാറും ധരിച്ച് ഇതാണ് പൈസക്ക് മുതലിനും വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടാ. എനക്ക് ഇപ്പോഴല്ലേ തോന്നിയത്? വീട്ടിൽ നിന്ന് തള്ളാര് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം ഉണ്ടാവണം മക്കൾക്ക്. അതല്ലെങ്കിൽ സ്കൂളിലും കോളേജിലും പറഞ്ഞയക്കണം. അത് പറഞ്ഞയക്കാണ്ടേ ഇവിടേക്ക് കയറ്റി വിട്ട് എന്നിട്ട് ഞാനാ പഠിപ്പിച്ചത് അല്ലേ? ഇപ്പൊ കിട്ടിയ ജോലി ഇല്ലേ? ഒരുത്തന്റെ ഒപ്പം ചാടി പോയിട്ട് ഓന് നക്കണുണ്ടല്ലോ. ആ ജോലി നമ്മൾ ചെയ്തില്ല. ആ ജോലിയിൽ നിന്ന് തിന്നണത് ഇന്റെ ഔദാര്യാണ്, ഇന്റെ വിയർപ്പാണ്. മനസ്സിലായ? ആ ജോലി കിട്ടിയത് ഇങ്ങനെ വേർത്ത് കുളിപ്പിച്ചോണ്ടിട്ടല്ലേ ഓള് ജോലി എടുത്തത്? തീർച്ചയായിട്ടും അതെ. ഓള് ജോലി കിട്ടിക്കണമെങ്കിൽ അത് ഓളെ പഠിപ്പുകൊണ്ട് ഓളെ സാമർത്ഥ്യം കൊണ്ടാ. അല്ലാണ്ട് കുറച്ച് പൈസ ചെലവാക്കിയിട്ടില്ല. പോടാ ചെലക്കാണ്ട പോതള്ളേ. നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ടാണ് പറയുന്നത്. നിങ്ങളെ മാപ്പിളോട് പറയണ വർത്താനം എന്നോട് പറയണ്ട. എന്റെ വീട്ടിൽ വന്നിട്ട് ഇറങ്ങിക്കോളെ. ഇവിടെ നിക്കണ്ടങ്ങള്. നിങ്ങൾക്ക് ഇവിടെ സ്വത്തുമില്ല. അല്ലെങ്കിൽ ഇവിടെ ഞങ്ങള് നിക്കാനും എന്റെ ഇത് ഇതാക്കാനും വന്നോന്നല്ല. കാര്യമില്ല, നടക്കില്ല. ഞങ്ങളെ മുതല് മേടിച്ചായിട്ട് കൊണ്ടാണ് മുതല് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കും. ഞങ്ങൾ കൊടുക്കും. എന്ത് ധൈര്യത്തിൽ ഞങ്ങൾ എന്റെ കുടുംബത്ത് വന്നിട്ട് ഇന്നെ എടാ പോടാ ഇറങ്ങിപ്പോടാന്നൊക്കെ പറയണ്. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ്. ഒരു നിമിഷം ഇവിടെ കാണരുത്. എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങണം. ഞങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ്. ഞങ്ങളെ സ്വത്ത് മേടിച്ച് മുങ്ങിക്കാണ്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. എന്റെ ഇത് മണിമാളിവ കണ്ട് വന്നോന്നല്ലേ ഞങ്ങള്. ഞങ്ങൾക്ക് തരാനുള്ളത് തന്നാ മതി. ഞങ്ങൾ പോകും. ഐശോ ഉപ്പാനെ കൂട്ടിപ്പിടിച്ച് അങ്ങനെ നിന്നട്ടാ. ഇപ്പൊ എനിക്ക് മനസ്സിലാവല്ലോ ഉപ്പാന്റെ താനി സ്വഭാവം കേട്ടോ. ഉപ്പ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഉമ്മ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഉമ്മാനൊക്കെ എപ്പോഴും കാണിച്ചു തരാറുണ്ട്. ഉമ്മാനെ കാണണമെന്ന് തോന്നുമ്പോ എന്റെ ഇപ്പൊ എത്ര രാത്രിയാണെങ്കിലും എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നിട്ട് അതാണ് എന്റെ ഉമ്മാന്ന് കടലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും. കേട്ടല്ലോ, എന്റെ കുട്ടി പറഞ്ഞു കേട്ടില്ലേ? ഇനി ഇവിടെ നിൽക്കണ്ട കേട്ടോ. മനക്കേ അന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. പെണ്ണുങ്ങളെ ഭാഗത്താണ് ന്യായവും കോടതിയൊക്കെ കേട്ടാ. നമുക്കേ വനിതാ കമ്മീഷനിൽ പോകണം. എന്നിട്ട് ഇവനെ ഒരു പൂട്ട് പൂട്ടണം. ഇവനെ അത്രക്ക് തെളിഞ്ഞ് നടക്കാൻ പാടില്ല. ചെരിപ്പാണ് കിട്ടിട്ട് നിൽക്കണില്ല. അന്നെ ഞാനൊരു പൂട്ട് പൂട്ടി അയച്ചടാ. നല്ലോണം ഓർമ്മച്ചോ ട്ടാ. പെണ്ണുങ്ങളെ ഭാഗത്താണ് നിയമം. നല്ലോണം ഓർമ്മച്ചോ. ഇങ്ങനെ ഇന്ന് ചിരിക്കൂല. കുട്ടിക്ക് വിഷമായ വിഷമമായില്ല.